തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിയുകയാണ് ബീഹാർ. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ജാതി സമവാക്യങ്ങളാണ് ഇത്തവണയും ബീഹാറിന്റെ വിധി നിർണ്ണയിക്കുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ജാതി സർവേയും നടപ്പാക്കിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. 7,43,00,000 വോട്ടർമാരാണുള്ളത്. 1,63,00,000 വോട്ടർമാർ 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവർ. അതിൽ 14 ലക്ഷം കന്നി വോട്ടർമാർ. തൊഴിലില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന പ്രധാന വിഷയം. ആകെ ജനസംഖ്യയുടെ 10%-ലധികം പേരും മറ്റു സംസ്ഥാനങ്ങളിലാണ് ഉപജീവനം കണ്ടെത്തുന്നത്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ BJP, ജനതാദൾ യു, ലോക് ജനശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ കക്ഷികൾ ചേർന്ന NDA, രാഷ്ട്രീയ ജനതാദൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, കോൺഗ്രസ്, CPI, CPM, CPI-ML എന്നിവ ഉൾപ്പെടുന്ന മഹാസഖ്യം. പോരാട്ടം ഇവർ തമ്മിലാണ്. 243 അംഗ നിയമസഭയിലേക്ക് 101 വീതം സീറ്റുകളിലാണ് BJPയും JDU മത്സരിക്കുന്നത്. ചിരാഗ് പാസ്വാന്റെ LJP 29, രാഷ്ട്രീയ ലോക് മോർച്ച 6, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച 6 എന്നിങ്ങനെയാണ് NDA സഖ്യത്തിലെ മറ്റു കക്ഷികൾ. BJPയുടെ 101 സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ 50% പേരും മുന്നോക്ക ജാതിക്കാരാണ്. BJPയും JDUവും ഉൾപ്പെടുന്ന NDA സഖ്യത്തിൽ തന്നെ 35% വരും. ഇത് JDU നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ദളിതർക്കും സ്ത്രീകൾക്കുമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മറുവശത്ത് RJDയുടെ 143 സ്ഥാനാർത്ഥികളിൽ 15 പേർ സ്ത്രീകളും 52 പേർ യാദവരും 18 പേർ മുസ്ലിങ്ങളും 13 പേർ കുഷ്വാഹ ജാതിയിൽ നിന്നും 2 പേർ കുർമി ജാതിയിൽ നിന്നുള്ളവരുമാണ്. 18%-നടുത്ത് മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ബീഹാർ. 243 നിയമസഭാ മണ്ഡലങ്ങളിൽ 53 മണ്ഡലങ്ങളെങ്കിലും മുസ്ലിം വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ളതാണ്. ഈ വോട്ടിലാണ് RJDയുടെയും നിതീഷ് കുമാറിന്റെയും പ്രതീക്ഷ. 101 സീറ്റുകളിൽ മത്സരിക്കുന്ന JDU 4-ഉം 29 സീറ്റുകളിൽ മത്സരിക്കുന്ന LJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെയും നിർത്തിയിട്ടുണ്ട്. 30 സീറ്റുകളാണ് മുസ്ലിങ്ങൾക്കായി മഹാഗഡ്ബന്ധൻ നീക്കിവച്ചിട്ടുള്ളത്. 143 സീറ്റുകളിൽ മത്സരിക്കുന്ന RJD 18 സീറ്റുകൾ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് നൽകി. 61 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 10-ഉം CPI-ML 2 സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് നൽകി. മറ്റു ഘടകകക്ഷികളായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, CPI, CPM എന്നീ പാർട്ടികൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കുന്നില്ല. അസാദുദ്ദീൻ ഒവൈസിയുടെ AIMIM പാർട്ടി എത്ര മുസ്ലിം വോട്ട് പിടിക്കുമെന്നതാണ് നിർണായകമാകുന്ന ഒരു ഘടകം. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി ഭരണവിരുദ്ധ വോട്ടുകൾ നേടിയാൽ മഹാസഖ്യത്തിന് തിരിച്ചടിയാകും. മറിച്ച് സവർണ, യാദവേതര, OBC വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയാൽ NDAയ്ക്കാവും ക്ഷീണം. JMM മഹാഗഡ്ബന്ധനിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. ഏതായാലും തെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. RJDക്കും BJPക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. 2 പതിറ്റാണ്ടിന് ശേഷം തേജസ്വിയിലൂടെ ബീഹാറിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് RJDക്ക് മടങ്ങിയെത്താനാവുമോ? നിതീഷ് കുമാറിനും NDAയ്ക്കും തുടർച്ചയായ 5ാം ഭരണം ലഭിക്കുമോ? നമുക്ക് കാത്തിരിക്കാം.